ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിജു എബ്രാഹാം. കഴിഞ്ഞ 21 വർഷമായിട്ട് ഫിനാൻഷ്യൽ സർവീസ് രംഗത്ത് ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ്, ഇന്ന് പൊതുവെ എല്ലാ ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അറിയാം, അതിൻ്റെ അവയർനെസ്സും ഉണ്ട്. പക്ഷേ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ ഒരു ക്ലെയിം വരുന്ന സമയത്ത് പലപ്പോഴും അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണാറില്ല. പല ആളുകൾക്കും പല പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പൊതുവെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഈ എക്സ്പെക്റ്റേഷൻസ് പലപ്പോഴും അവരൊരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാ എക്സ്പെൻസുകളും അവർക്ക് കവർ ചെയ്ത് കിട്ടും. ഇൻഷുറൻസ് കമ്പനി എല്ലാം റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അതൊരു ഓവർ എക്സ്പെക്റ്റേഷനോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ ഒരു ഇൻഷുറൻസ് കമ്പനിയുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന അതൊരു റിയാലിറ്റിയും ഈ കസ്റ്റമർ, ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇത് തമ്മിൽ മാച്ചിങ് ആവാതെ വരുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായി കാണാറുണ്ട്. ഇത് തന്നെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു 90 ദിവസം പ്രായമായ ഒരു കുട്ടിക്ക് മുതൽ ഇൻഷുറൻസ് എടുക്കാൻ എലിജിബിളാണ്. അതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പോളിസി സ്റ്റാർട്ട് ചെയ്യുന്നത് 90 ദിവസം പ്രായമായ ഒരു കുട്ടിക്ക് മുതലാണ്. പക്ഷേ പല ആളുകളും ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു പ്രായമായതിനു ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയത്തായിരിക്കും പല ആളുകളും ഇൻഷുറൻസിൽ വേണമെന്നുള്ള ചിന്ത വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലായി അവർക്ക് ഭയങ്കരമായ ഒരു ചിലവ് വരുന്നു എന്ന് കാണുമ്പോഴാണ് പല ആളുകളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നവും. ഒരു ഇൻഷുറൻസ് ആവശ്യപ്പെട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയിലോട്ട് ഒരാൾ വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പല കണ്ടീഷൻസ് വയ്ക്കും. ഈ ആളിന് പൊതുവെ ഇൻഷുറൻസ് എടുക്കുന്ന ആളിന് പ്രീവിയസ്ലി എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, ഈ ആൾ എത്ര നാളായിട്ട് ചില അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പ്രപ്പോസൽ ഫോം എന്ന് പറയുന്നതിലുണ്ടാവും. പലപ്പോഴും ഒരു ഇൻഷുറൻസ് എടുക്കുന്ന ആൾ ഇത് കൃത്യമായിട്ട് അറിയാതെയോ അല്ലെങ്കിൽ ഒരു പക്ഷേ ചില കേസിൽ മറച്ചു വെച്ചിട്ടും ഈ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അത് രണ്ടുപേരുടെ ഭാഗത്തും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ ഇൻഷുറൻസ് എടുക്കുന്ന ആൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ കണ്ടീഷൻസ് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇൻഷുറൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളോ അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേറ്റ്സോ ഏജൻസോ അഡ്വൈസേഴ്സോ കൃത്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവില്ല. 100 ദിവസം പ്രായമായ ഒരു കുട്ടിക്ക് മുതൽ ഇൻഷുറൻസ് എടുക്കാൻ പോസിബിളാണ്. പക്ഷേ പല ആളുകളും ഒരു 30 വയസ്സിന് ശേഷം 35 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 40 വയസ്സൊക്കെ ആകുമ്പോഴാണ് പല ആളുകളും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുന്നത്. അപ്പോഴത്തേക്കും പലപ്പോഴും പല ആളുകൾക്കും എന്തെങ്കിലും BP യോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ ഒക്കെ ചെറിയ രീതിയിലൊരു സിംറ്റംസ് കണ്ടതിന് ശേഷമായിരിക്കാം പല ആളുകളും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി വരുന്നത്. ഇൻഷുറൻസ് കമ്പനി ഒരു പ്രപ്പോസൽ ഫോം തരുന്നുണ്ട്. ഈ പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്യുമ്പോൾ പല അസുഖങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, പ്രീ എക്സിസ്റ്റിംഗ് ഇൽനസ് ഉണ്ടോ, എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ചില ആളുകൾ കൊടുക്കാറില്ല. ഇൻഷുറൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിലും പലപ്പോഴും എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് ചോദിക്കാറുണ്ടാവില്ല. ഇത് രണ്ടും തമ്മിലുള്ള മാച്ച് ചെയ്യാതെ വരുമ്പോഴാണ് ഈ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലായിരിക്കാം ഒരു പക്ഷേ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ഇൻഷുറൻസ് കമ്പനി ഒരു ക്ലെയിം വരുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനിയുടേതായ എല്ലാ നിയമങ്ങളും അവർ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില അസുഖങ്ങൾക്ക് ക്ലെയിം കിട്ടത്തില്ല. ചില അസുഖങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ക്ലെയിം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചില അസുഖങ്ങൾക്ക് ഫസ്റ്റ് 30 ഡേയ്സിന് ശേഷമാണ് മിക്കവാറും അസുഖങ്ങൾക്ക് ക്ലെയിം കിട്ടുള്ളൂ. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ബേസിക് ആയിട്ട് ഇൻഷുറൻസ് കമ്പനികളുടേതായിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് അറിയാതെ ഒരു ഇൻഷുറൻസ് എടുക്കുന്നയാൾ ഒരു ക്ലെയിം വരുന്ന സമയത്ത് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഹെൽത്ത് ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, സബ് ലിമിറ്റ്സ്, മറ്റൊന്ന് കോ പേയ്മെൻറ്റ്, നോൺ പേയബിൾ ഐറ്റംസ്, നോൺ മെഡിക്കൽ ഐറ്റംസ്, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇതൊക്കെ ഒരു ഇൻഷുറൻസ് എടുക്കുന്നയാൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കുന്നയാൾ എപ്പോഴും ഒരു കസ്റ്റമർക്ക് ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിയിട്ട് വേണം ഇൻഷുറൻസ് എടുപ്പിക്കാനായിട്ട്. ഇങ്ങനെ ഒരു രീതിയിലാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കുന്നതെങ്കിൽ പിന്നീടുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് വിശ്വാസമുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു ഇൻഷുറൻസ് അഡ്വൈസറുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പ്രപ്പോസൽ ഫോം കൃത്യമായി വായിച്ചു നോക്കി ഫില്ല് ചെയ്ത് ഒരു ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഈ പറയുന്ന അഡ്വൈസറിന് സാധിക്കുമോ, അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നയാളാണ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നയാളാണ് ഈ ഒരു പർട്ടിക്കുലർ അഡ്വൈസർ, ഇതൊക്കെ നോക്കിയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് മാത്രം എപ്പോഴും ഇൻഷുറൻസ് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് നല്ല സർവീസ് കിട്ടുമെന്ന് വിശ്വാസമുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മാത്രം ഇൻഷുറൻസ് എടുക്കുക. അങ്ങനെ വന്നാൽ ഈ പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്ലെയിം വന്നാലും നമുക്ക് ശരിയായ രീതിയിലുള്ള ക്ലെയിം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും.
ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ലെയിം വന്നു കഴിയുമ്പോൾ ആ ക്ലെയിമിന് പലപ്പോഴും മിക്കവാറും ഇൻഷുറൻസിൽ ക്യാഷ്ലെസ് ക്ലെയിമായിട്ട് കിട്ടാറുണ്ട്. ചില സമയത്ത് ക്യാഷ്ലെസ് കിട്ടിയില്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. ഈ റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് ഫോംസ് ഉണ്ട്, മെഡിക്കൽ ബിൽസ്, റിപ്പോർട്ടുകൾ, ഇതെല്ലാം ഒറിജിനൽ ഡിസ്ചാർജ് സമ്മറി, ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനിയിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് TPA നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിന് നമുക്ക് സഹായിക്കാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാൾ നമുക്ക് അസിസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടാൻ ലഭ്യമാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് നിന്ന് മാത്രം ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടാൻ സാധിക്കും. ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കൂടുതൽ വീഡിയോസ് ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. നമസ്കാരം, ബൈ.